ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അത് വാക്യം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ സഹസ്രാബ്ദ ഭരണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ ഭരണം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രഭാഷണം കേട്ടവർ ദയവായിട്ട് ഒന്ന് കരമുയർത്താമോ? ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിൽ കുറച്ചുപേർ ഉണ്ട്. അപ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ പഠിക്കാത്ത, അല്ലെങ്കിൽ പ്രസംഗിക്കാത്ത ഒരു വിഷയമാണ് ഈ വിഷയം എന്നുള്ളത് നിങ്ങൾ കരങ്ങൾ ഉയർത്തിയും ഉയർത്താതെയുമൊക്കെ എന്നെ ബോധ്യമാക്കി. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ടെങ്കിൽ സമയം കളയണ്ടല്ലോ എന്നോർത്താണ് കരമുയർത്തുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. വെളിപ്പാട് പുസ്തകം അപ്പോക്കാലിപ്സ് ബുദ്ധിജീവികൾക്ക് കാണുവാൻ കഴിയാതിരുന്നത്, ഫിലോസഫേഴ്സിന് അറിയുവാൻ കഴിയാതിരുന്നത്, ഹിസ്റ്റോറിയൻസ് കണ്ടെത്താൻ കഴിയാതിരുന്നത്, തിയോളജിയൻസിന് മനസ്സിലാകാതിരുന്നതിനെ മറനീക്കി നടനാത്മകമായ രീതിയിൽ വളരെ ആഴമേറിയ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന, ആഴവും അപ്പോൾ തന്നെ ലളിതവും, അർത്ഥസമ്പൂർണവും അപ്പോൾ തന്നെ ഹൃദയസ്പർശകവും, ഗ്രഹിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളതും പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ ഗ്രഹിക്കാൻ കഴിയുന്നതുമായ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിലൊരു വാക്യശകലമാണ് നാം ഇവിടെ 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചത്. വേദപണ്ഡിതന്മാരുടെ ചിന്തയിൽ ഇത് ബൈബിളിൻ്റെ ഒരു മേൽക്കൂരയാണ്. വെളിപ്പാട് പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ മേൽക്കൂരയില്ലാത്ത ഒരു ബിൽഡിംഗ് പോലെ തോന്നുമായിരുന്നു ബൈബിൾ. പക്ഷേ ഈ മനോഹരമായ അപ്പോക്കാലിപ്സ് മറനീക്കിയ ഈ പ്രവചന ഗ്രന്ഥം, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം, നമുക്ക് ലഭിച്ചത് വളരെ ലളിതമായ ഒരു മേഖലയിൽ നിന്നായിരുന്നില്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്നായിരുന്നില്ല, ഏതെങ്കിലും ഒരു സഭാ ഹാളിൽ നിന്നായിരുന്നില്ല, ഏതെങ്കിലും ഒരു ബൈബിൾ സെമിനാരിയിൽ നിന്ന് ആയിരുന്നില്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതുമായിരുന്നില്ല. ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ടർക്കിയിലെ എഫെസോസിൽ യോഹന്നാൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായ, അരുമശിഷ്യനായ യോഹന്നാൻ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന കാലം, സുവിശേഷ പ്രവർത്തനങ്ങളെ നിരോധിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, റോമൻ ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തെ ഈജിയൻ കടലിനിടയിലുള്ള ദ്വീപ് സമൂഹങ്ങളിൽ ഒന്നായ പത്മോസിലേക്ക് നാടുകടത്തുകയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രിമിനൽസിനെ നാടുകടത്താറുണ്ടായിരുന്നു. റോമാക്കാരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നാടുകടത്തിയാൽ അവരവിടുന്ന് രക്ഷപ്പെടുകയില്ല. അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണമോ മറ്റ് ക്രമീകരണങ്ങളുടെയോ ആവശ്യമില്ല. എനിക്കിത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാതെ ഒന്ന്
തരാമോ? നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഫോക്കസ് ചെയ്ത് എനിക്കൊരു ഇപ്പോൾ വെയിലും മഴയും ഒക്കെ കൊണ്ടും ഭക്ഷണം കഴിക്കാതെയും ക്രിമിനൽസ് അവിടെ മരിച്ചുകൊള്ളും. ഇപ്പോൾ ജയിലിന് പ്രത്യേക വാർഡന്മാരോ ഭക്ഷണശാലയോ ഒന്നും ആവശ്യമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ദ്വീപുകളിലേക്ക് നാട് കടത്തുക അവരുടെ ഒരു പതിവായിരുന്നു. ഇന്ന് പത്മോസിൽ ചെന്നാൽ അവിടെ ചാപ്പലുകളും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ അന്നതല്ല, ഉൾപ്പടർപ്പുകളാണ്, കരിമ്പാറക്കൂട്ടങ്ങളാണ്, തലയോട്ടികൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്, ജീർണിച്ച മൃദുശരീരങ്ങൾ, ഇദിയമിൻ്റെ കാലത്ത് ഉഗാണ്ടയിൽ കണ്ടതുപോലെയൊക്കെയുള്ള അസ്ഥിമാടങ്ങൾ. പാക്കപ്പലുകളിൽ ആൾക്കാരെ കൊണ്ടുവന്ന് യാതൊരു ദയയുമില്ലാതെ ആ ദ്വീപിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ യോഹന്നാനെയും ആ ദ്വീപിലേക്ക് പട്ടാളക്കാർ തൂക്കിയെറിഞ്ഞു. എൻ്റെ ഭാവനയിൽ താൻ കാണുന്നത് ഈ തലയോട്ടികളും മൃതശരീരങ്ങളും അത് കൊത്തിവലിക്കുന്ന കഴുകന്മാരും കടിച്ചു കീറുന്ന കുറുക്കന്മാരും മുൾപ്പടർപ്പുകളും കരിമ്പാറക്കൂട്ടങ്ങളും മാത്രമാണ്. ദുർഗന്ധം കൊണ്ട് നിറഞ്ഞ് ഇരിക്കുന്ന ആ ദ്വീപില് അല്പം ആശ്വാസമുള്ള ഈജിയൻ കടലിലെ കാറ്റും പിന്നെ ആ കാറ്റിൽ ഉയർന്നു വരുന്ന തിരമാലകൾ അവിടെയുള്ള കരിമ്പാറക്കൂട്ടങ്ങളിൽ ഇടിച്ച് മുത്തുമണികൾ പോലെ ചിതറുന്ന ആ മനോഹരമായ രംഗവും മറ്റെല്ലാം ഭയാനകമായിരുന്നു. എൻ്റെ ഭാവനയിൽ യോഹന്നാന്റെ മനസ്സ് പുറകോട്ട് പോകുകയാണ്. താൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. ആത്മീയം കൂടി കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ പ്രഭാഷണം കേട്ട് യേശുവിൻ്റെ ശിഷ്യനായി. പിന്നെ ഒരിക്കലും യേശുവിനെ വിട്ടു പിരിഞ്ഞിട്ടില്ല. ആ ക്രൂശിൻ്റെ അടുത്തും താനുണ്ടായിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. അത് കഴിഞ്ഞുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും പിന്നെയുള്ള അപ്പോസ്തോല കൂട്ടായ്മകളുമെല്ലാം തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഏകദേശം വൃദ്ധനാണ്. എൻ്റെ ഭാവനയിൽ സ്കെൽറ്റനായൊരു മനുഷ്യൻ, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, തലയെല്ലാം നരച്ച ഒരു മനുഷ്യൻ, ശുശ്രൂഷകൾ ആവശ്യമുള്ളൊരു മനുഷ്യൻ. ആ വൃദ്ധനായ മനുഷ്യൻ ഇപ്പോൾ ഈ തലയോട്ടികളുടെ ഇടയിലാണ്, കരിമ്പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ്, മുൾപ്പടർപ്പുകളുടെ ഇടയിലാണ്, മൃദുശരീരങ്ങളുടെ ഇടയിലാണ്, ക്രിമിനൽസുകളുടെ ഇടയിലാണ്. താനും ഒരു കുറ്റവാളിയായി ഗണിക്കപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരുമെല്ലാം അങ്ങകലെ കഫർനഹൂമിലും ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിലുമാണ്. തന്നോടൊപ്പം കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയ പത്രോസ് തുടങ്ങിയ ആൾക്കാരൊക്കെ അങ്ങ് ജെറുസലേമിലാണ്. തൻ്റെ വിശ്വാസികൾ എഫെസോസിലാണ്. ഇവിടെ ഒരു ബാലകൻ പോലും തന്നെ സഹായിക്കാനില്ല, ഒരു പാത്രം വെള്ളം എടുത്തു കൊടുക്കാനില്ല. ദൈവമേ, എൻ്റെ അന്ത്യം ഇങ്ങനെയാണോ? നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഞാൻ ഈ നിലയിൽ ഇവിടെ അവസാനിക്കണമോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ച് കാണുമോ? എനിക്കറിഞ്ഞുകൂടാ. ഒരു കർത്തൃ ദിവസം സമാഗതമായി. എൻ്റെ ഭാവനയിൽ യോഹന്നാൻ ആ തലയോട്ടികളൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് അധികം ദുർഗന്ധമില്ലാത്തൊരു മേഖലയിൽ ആ മുൾപ്പടർപ്പുകളെല്ലാം ഒന്ന് വലിച്ചു പറിച്ചു മാറ്റി മുട്ടുകുത്തി. താൻ ആരാധിക്കാനായി തുടങ്ങി, താൻ പ്രാർത്ഥിക്കാനായി തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അല്പചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ആത്മാവിൽ നിറയപ്പെട്ടു. ആത്മവിവശതയിലേക്ക് പോയി. ഒരു ദൈവഭക്തന് ആരാധിക്കാൻ അധികം ആൾക്കാരൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരു ദൈവഭക്തൻ ആരാധിക്കുവാൻ ഒരു സഭാഹാളിൻ്റെ ആവശ്യം അത്യാവശ്യമുള്ളതല്ല. അവൻ എവിടെ ഇരുന്നാലും ദൈവത്തെ ആരാധിക്കും. അദ്ദേഹം അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മറക്കുകയാണ്. താനിപ്പോൾ ഈജിയൻ കടലിലെ തിരമാലകളുടെ ശബ്ദം കേൾക്കുന്നില്ല, കഴുകന്മാർ പറക്കുന്ന താൻ കാണുന്നില്ല, കുറുക്കന്മാർ
മനുഷ്യ മൃതശരീരങ്ങൾ വലിച്ചു കീറുന്നത് താൻ കാണുന്നില്ല. ചീത്ത പറയുന്ന ക്രിമിനൽസിനെ താൻ കാണുന്നില്ല. മരണത്തോട് മല്ലടിക്കുന്ന ജീവിതങ്ങളെ താൻ കാണുന്നില്ല. താൻ ഒരു തേജോഗോളം കാണുകയാണ്. അങ്ങകലെ ഒരു തേജോഗോളം താൻ ശ്രദ്ധിച്ചു നോക്കി. ഒരു രൂപാകൃതി. ആ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ആ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നുണ്ട്. ഒരു നിലയങ്കി ധരിച്ചിട്ടുണ്ട്. മാറത്തൊരു പൊൻകച്ച കെട്ടിയിട്ടുണ്ട്. ആ കാലുകൾ വെള്ളോട്ടിന് സദൃശ്യമാണ്. അത് പദം വെച്ച് തൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വാക്കും ഭാഷണവുമില്ലാതൊരു ദൂത് വിളിച്ചു പറയുകയാണ്, എൻ്റെ ദാസൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരുവാൻ റോമാക്കാരൻ്റെ അനുവാദം വേണ്ട. എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരുവാൻ ആരുടെയും വീസ വേണ്ട. എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു വഞ്ചി ആവശ്യമില്ല. എൻ്റെ ഭക്തൻ എവിടെ മുട്ടുകുത്തുമോ അവിടെ വരുന്ന ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമാണ് ഞാൻ. ഞാൻ മരിച്ചവനാണ്, പക്ഷേ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ ആദ്യം കാണുന്നത് തൻ്റെ അരുമരക്ഷകനെ കുറിച്ച് തന്നെയാണ്. വെളിപ്പാടുകളിൽ ആദ്യം കാണേണ്ടതും അത് തന്നെയാണ്. 2-3 അധ്യായങ്ങളിൽ യോഹന്നാൻ സഭയെക്കുറിച്ച് കാണുകയാണ്. യോഹന്നാന് ദൈവം ഒരു വലിയ ദൗത്യം നൽകുകയാണ്. യോഹന്നാനെ, നീ ഓർത്തു നിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു വന്നു. നീ ഓർത്തു എഫെസോസിൽ ഒരു ശുശ്രൂഷകനായി നിന്റെ ശുശ്രൂഷ മതിയെന്ന്. പക്ഷേ നിന്നെ 7 സഭകൾക്ക് ഹല്ലേലൂയ അവരോട് ദൂത് പറയുവാൻ ഞാൻ നിയോഗിക്കുകയാണ്. അക്കരം അടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കുന്നുവെന്ന് തോന്നുമ്പോൾ, നമ്മെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ, നാം ഒറ്റപ്പെടുമ്പോൾ, നാം ബന്ധിക്കപ്പെടുമ്പോൾ, എല്ലാം തീർന്നുവെന്ന് തോന്നുമ്പോൾ, ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറായാൽ നിന്റെ ശുശ്രൂഷയുടെ മേഖല വിസ്തൃതപ്പെടുകയാണ്. അതിൻ്റെ മെതേഡുകൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. ആ ദൂത് 7 സഭകൾക്ക് മാത്രമായിരുന്നല്ലോ, അല്ലല്ലോ. നിവാളകൻ സഭയ്ക്കും ഈ സെൻട്രൽ സഭയ്ക്കും നമുക്കും എല്ലാമുള്ള ദൂതായി മാറിയില്ലേ? മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം ഒട്ടും കുറച്ച് കാണേണ്ട. പക്ഷേ പത്മോസിൽ ലഭിച്ച ആ കൃപാവരം ഇന്നും ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ ഇന്നും സജീവമാണ്. ആ ദൂത് ഇന്നും ഈ രാത്രിയിലും ഇവിടെ മുഴങ്ങുകയാണ്. താൻ മരിച്ചിട്ടും ആ ദൂത് ഇവിടെ മുഴങ്ങുകയാണ്. വെളിപ്പാടുകളിൽ രണ്ടാമത്തെ വെളിപ്പാട് സഭയെക്കുറിച്ചായിരിക്കണം. നിശ്ചയമായിട്ടും പലവിധമായ വെളിപ്പാടുകളുണ്ട്. അതൊന്നും ചെറുതായി കാണണ്ട. വിസ വരുന്നതോ, പാസ്പോർട്ട് വരുന്നതോ, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതോ, വിദേശത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുന്നോ ഒന്നും നിസ്സാരമായി കാണണ്ട. അങ്ങനെയുള്ള ദർശനമൊക്കെ ദൈവം കാണിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിരിക്കും. പക്ഷെ ഏറ്റവും വലിയ ദർശനം യേശുവിനെ കാണുന്നതാണ്. രണ്ടാമത്തെ ദർശനം സഭയെ കാണുന്നതാണ്. കാരണം രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർക്കുന്നു. കർത്താവിന് ഈ ലോകത്തിൽ എന്തെങ്കിലും വലുതായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭ മാത്രമേ ഉള്ളൂ. ആ സഭയെക്കുറിച്ചുള്ള ദർശനമില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു. മൂന്നാമത് യോഹന്നാന് ദൈവം കൊടുക്കുന്നത് വരുവാനുള്ള സംഭവങ്ങളാണ്.
മഹോപദ്രവ കാലഘട്ടം. 5 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ചും ഒരു ദർശനം യോഹന്നാന് ദൈവം കൊടുക്കുന്നുണ്ട്. അടുത്ത വലിയ ദർശനത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. അത് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ ഭരണമാണ്. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അവർ ക്രിസ്തുവിനും നോടുകൂടെ 1000 വർഷം ഈ ഭൂമിയെ ഭരിച്ചു. സ്തോത്രം. ക്രിസ്തു 1000 വർഷം ഭരിക്കും എന്നുള്ളൊരു അത്ഭുതമല്ല. എന്നാൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം 1000 വർഷം ഭരിക്കുമെന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. അവർ ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം ഈ ഭൂമിയെ ഭരിച്ചു. ഈ വലിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അല്പസ്ഥലത്തിന് വേണ്ടി, ഒരു ചെറിയ അധികാരത്തിന് വേണ്ടി ഒന്നും നമ്മുടെ വിലയേറിയ സമയം നാം നഷ്ടം ആക്കുകയില്ല. യേശു കർത്താവ് 1000 വർഷം ഈ ഭൂമിയിൽ ചക്രവർത്തിയായി ഭരിക്കും എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഗോപാലകൃഷ്ണനാണ് ഞാൻ. അതുകൊണ്ട് ആരെങ്കിലും യേശു വരുമെന്നോ അല്ലെങ്കിൽ 1000 വർഷം ഭരിക്കുമെന്നോ ഒക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ജ്ഞാനം കൂടുതൽ കൊണ്ടല്ല, അതിൻ്റെ ജ്ഞാനം കുറവായിരിക്കാം വാസ്തവത്തിൽ അതിന് കാരണം. എനിക്കത് വിശ്വസിക്കുവാൻ ന്യായമായ ചില കാര്യങ്ങൾ വേണം. ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ, അമേരിക്ക പോലെ ഒരു രാജ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ, ചൈന പോലെ ഒരു രാജ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ, UNO പോലുള്ള സംഘടനകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ, ഈ ഭൂമിയിലെ 1000 വർഷം യേശു ഭരിക്കുമെന്നും സഭ അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കൾ താലന്ത് വ്യാപാരം ചെയ്ത് വിജയിച്ചവർ യേശുവിനോടൊപ്പം 1000 വർഷം ഇവിടെ ഭരിക്കുമെന്നുമൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടല്ലേ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം അത് ബൈബിൾ പറഞ്ഞത് കൊണ്ടാണ്. ബൈബിൾ പറഞ്ഞത് വിശ്വസിക്കുവാൻ കാരണം ബൈബിളിൽ ഇതുപോലെ അസാധ്യമായ അനവധി പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അവയൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുന്നത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപ് പുരുഷാധിപത്യം നിലവിൽ നിന്നിരുന്ന കാലത്ത് സ്ത്രീകളെ അധികം ഭരണതലത്തിൽ കാണാതിരുന്നിരുന്ന കാലത്ത്, സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ചില രാജ്യങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കാലത്ത്, ഭർത്താവിൻ്റെ മുഖം പോലും മാസങ്ങൾ കഴിഞ്ഞ് കാണുന്ന ഭാര്യ ഭർത്തൃ ബന്ധമുണ്ടായിരുന്ന നമ്മുടെ ഈ രാജ്യത്തില് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്ത്രീകൾ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ, പ്രവചിച്ചാൽ നമുക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യെശയ്യാ പറയുകയാണ്, സ്ത്രീകൾ ഭരിക്കുന്നൊരു കാലം വരുമെന്ന്. സ്ത്രീകൾ എന്നാൽ കൃഷിയിടമായിട്ടും, സ്ത്രീകളെന്നാൽ അടിമകളായിട്ടും, സ്ത്രീകളെന്നാൽ ആത്മാവില്ല പുരുഷന് വേണ്ടി മാത്രമാണെന്നും, അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കുഴി കഴിയേണ്ടവളാണ്, അവളൊന്നും ഭരണതലത്തിൽ വരേണ്ടതല്ല എന്ന് ഒരു 100 വർഷം മുൻപ് പോലും നമ്മുടെ ഈ നാട്ടിൽ
വിശ്വസിച്ചിരുന്ന കാലത്ത് 2600 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറയുകയാണ് സ്ത്രീകൾ ഭരിക്കുമെന്ന്. വായിക്കാം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3:12 നാം കേൾക്കുകയാണ്, സ്ത്രീകൾ അവരെ ഭരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത രാജ്യത്തിലല്ലേ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഉണ്ടായത്? മിസസ് സിരിമാവ് ബന്ധാരനായിക് ശ്രീലങ്കയിൽ. ഇന്ത്യയിലെ ഇന്ദിരാജിയെ മറക്കാൻ നമുക്ക് സമയമായില്ലല്ലോ. ഇനി ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ അവിടെയും ഒരു ഗോൾഡോമേർ, മിസസ് ഗോൾഡോമേർ അവിടെ ഭരിച്ചില്ലേ ഒരു സ്ത്രീയായിട്ട്. ഇംഗ്ലണ്ടിലും ഉണ്ടായിരുന്നല്ലോ ഒരു പ്രധാനമന്ത്രി രാജ്ഞിയെ കൂടാതെ. ഈ അടുത്ത സമയത്തല്ലേ യൂറോപ്പില് ഒരു രാജ്ഞി രാജിവെച്ചത് അല്ലേ? രാജിവെച്ച മകന് രാജ്യത്വം കൊടുത്തത്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ, നമ്മുടെ നിയമസഭയിലേക്ക് വന്നാൽ, രാജ്യസഭയിലേക്ക് എന്നാൽ, പാർലമെന്റിലേക്ക് എന്നാൽ സ്ത്രീകളെ നമ്മൾ കാണുന്നില്ലേ? 100 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്കാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നോ? നമ്മുടെ സംസ്കാരം, നമ്മുടെ മതപശ്ചാത്തലം, നമ്മുടെ രാഷ്ട്രീയ ചിന്തകൾ ഇതിനെ വിശ്വസിക്കാൻ അനുവദിക്കുമായിരുന്നോ? 2600 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ഭരിക്കുമെന്ന് ബൈബിൾ പ്രസംഗിക്കുമ്പോൾ, പ്രവചിച്ചപ്പോൾ, അത് എഴുതി വെച്ചപ്പോൾ അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അത് നിറവേറിയെങ്കിൽ യേശു ഭരിക്കുമെന്നുള്ള പ്രവചനവും നിറവേറാതിരിക്കുകയില്ല. ആ വാക്യത്തിൽ മറ്റൊരു വാക്യം കൂടി ഉണ്ട്, കുട്ടികളെ കുറിച്ച്. ഒന്നുകൂടെ വായിച്ചേ, 3:12. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. ഈ വാക്യം നമുക്ക് കുറെ കൂടെ മനസ്സിലാകുന്ന നമ്മുടെ ഗവർണർക്കാണ്. ഏതെങ്കിലും ഗവർണർമാർ ഈ കേരളക്കരയിൽ കുട്ടികൾ, വിദ്യാർത്ഥികൾ മുഖാന്തരം ഭയക്കോ പീഡിപ്പിക്കപ്പെടുകയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനു മുൻപ് കേരള ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ എൻ്റെ ജനമേ സ്ത്രീകൾ അവരെ വാഴുന്നു, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു എന്നുള്ള ആ പ്രവചനം എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിറവേറിയത്. സ്കൂളിലേക്ക് പോകണ്ട, കോളേജിലേക്ക് പോകണ്ട, വിദേശ രാജ്യങ്ങളിൽ പല ഭവനങ്ങളിലും ചെന്നാൽ മാതാപിതാക്കൾ, വല്യപ്പന്മാർ വിറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് പലരും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലൊരു പിതാവ് എന്നെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു 8-10 ഹോളുകൾ സ്വന്തം മകൻ ഫയർ ചെയ്തതാണ്. ചങ്കിൽ വെടിവെക്കാൻ അവൻ അറിയാൻ മേലാഞ്ഞിട്ടില്ല, അവൻ വലിയ മിടുക്കനാണ്. അവൻ തോക്കെടുത്ത് വെടിവെക്കും, അല്പം മാറ്റി പൈസയ്ക്കാണ്. അപ്പൻ പൈസ കൊടുക്കും, കിട്ടാതെ വരുമ്പോൾ അടുത്ത് വെടിവെക്കും. അപ്പനെ വെടിവെക്കുന്ന പോലെയാണ്, പക്ഷേ ചങ്കിൽ വെടിവെക്കുകയല്ല. 8 എണ്ണം ഞാൻ കണ്ടു. അപ്പം പിള്ളേരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ ഈ ബൈബിളിൽ എഴുതിയ നിറവേറിയെങ്കിൽ എൻ്റെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറാതിരിക്കുമോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 21:26 ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ്, 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് എസെക്കിയേൽ ബാബിലോണിൽ, ഇറാഖിൽ വെച്ച് ഒരു ദർശനം കാണുകയാണ്. രാജഭരണം അവസാനിക്കുന്നതാണ്. താഴ്ന്നവർ ഭരണതലത്തിലേക്ക് ഉയർന്നു വരുന്നതാണ്. രാജകിരീടം ഏൽക്കുവാൻ യോഗ്യനായവൻ വരുന്നതുവരെ ആ മകുടവും കിരീടവും മാറുന്നതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഇത് കാണുമ്പോൾ പുറത്തു പറഞ്ഞാൽ തൻ്റെ തല പോകും. കാരണം നെബൂഖദ്നേസർ വലിയ കിരീടം വെച്ച് ഭരിക്കുകയാണ്. ഇന്നത്തെ കുവൈറ്റിനെയും, ഇന്നത്തെ ഇറാഖിനെയും, ഇന്നത്തെ ഇസ്രയേലിനെയും, പലസ്തീനെയും, സിറിയയെയും എല്ലാം ഭരിക്കുന്ന നെബൂഖദ്നേസർ കിരീടധാരിയായി ഇരിക്കുന്ന കാലത്ത് രാജഭരണം അവസാനിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം കാണുകയും അദ്ദേഹം പ്രസംഗിക്കുകയും അദ്ദേഹം എഴുതി വച്ചിരിക്കുകയും ചെയ്തത് നമുക്കൊന്ന് വായിക്കാം. എസെക്കിയേൽ 21:26. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. മകുടവും കിരീടവുമുള്ള ഭരണകർത്താക്കൾ, രാജാക്കന്മാർ, ചക്രവർത്തിമാർ, എന്തിനേറെ
ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ തന്നെ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു, എത്ര കിരീടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ എത്ര രാജാക്കന്മാർ, ആയിരക്കണക്കിന് രാജാക്കന്മാരല്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. ആ രാജഭരണം അവസാനിക്കുമെന്നും താഴ്ന്നവർ ഭരണതലത്തിലേക്ക് വരുമെന്നുമൊക്കെ 2600 വർഷങ്ങൾക്ക് മുൻപ് എസെക്കിയേൽ പ്രവചിക്കുമ്പോൾ അത് വിശ്വസിക്കുവാനുള്ള ഏതെങ്കിലും സാധ്യത ഏതെങ്കിലും രാജ്യത്തിൽ ഉണ്ടായിരുന്നോ? 2600 വർഷം മുൻപുള്ള ചരിത്രം നോക്കുക. കാരൽ മാർക്സും ഏംഗൽസും വല്ലോം അവരുടെ വല്യപ്പന്മാരും ആ കാലഘട്ടങ്ങളിൽ ജനിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അത് നിറവേറുകയല്ലേ. ലണ്ടൻ ടവറിൽ ഒരു സുഹൃത്തെന്നെ സൂര്യൻ അസ്തമിക്കാതിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ രാജാക്കന്മാരോ രാജ്ഞിമാരോ ധരിച്ചിരുന്ന കിരീടങ്ങൾ കാണിക്കാനായി കൊണ്ടുപോയി. ഇന്ത്യയിൽ നിന്നുള്ള കോഹിന്നൂർ രത്നം പതിച്ച കിരീടവും അവിടെ ഉണ്ടാകും എന്ന് ആ സുഹൃത്ത് പറഞ്ഞിരുന്നു. ആ ടവറിൽ ഞങ്ങൾ ചെന്നു. കിരീടങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു കൺവെയർ പോലുള്ള ഒരു ബെൽറ്റിൽ വേണം നമ്മൾ നിൽക്കാൻ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ 1-2 പ്രാവശ്യം വീണ്ടും വീണ്ടും അത് കാണാനായിട്ട് കറങ്ങി. അതിനുശേഷം ഇവരെയൊക്കെ അടക്കിയ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിലും പോയി. സൂര്യൻ അസ്തമിക്കാതിരുന്ന സാമ്രാജ്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭരിച്ചിരുന്ന രാജ്ഞിമാരോ ചക്രവർത്തിമാരോ ഒക്കെ അടക്കിയ സ്ഥലങ്ങൾ, അവരുടെ കിരീടങ്ങൾ. ഈ എസെക്കിയേൽ പ്രവാചകന്റെ വാക്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. എസെക്കിയേലിന് ഈ പ്രവചനത്തിന്റെ നിവൃത്തി കാണാൻ കഴിഞ്ഞില്ല. ഈ പ്രവചനം വായിച്ച 1000 വർഷം കഴിഞ്ഞവർക്കും കഴിഞ്ഞില്ല. 2000 വർഷം കഴിഞ്ഞിട്ടും ഈ ബൈബിൾ വായിച്ചവർക്ക് അതിന്റെ പ്രവചനം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഗോപാലകൃഷ്ണന് ആ ബൈബിൾ പ്രവചനത്തിന്റെ നിവൃത്തി കാണാൻ കഴിഞ്ഞു. കേവലം മനുഷ്യരായ ഭരണകർത്താക്കളെ കുറിച്ചുള്ള പ്രവചനം നിറവേറിയെങ്കിൽ എന്റെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നിറവേറാതിരിക്കുമോ? മിസ്റ്റർ KR നാരായണനെ പോലെ, ഒബാമയെ പോലുള്ളവരൊക്കെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒക്കെ പ്രസിഡന്റ് ആയപ്പോൾ ഈ വചനം എത്ര കൃത്യമായിട്ടാണ് നിറവേറിയത്. ഞാൻ മകുടവും കിരീടവും എടുത്തു മാറ്റിയിട്ട് താഴ്ന്നവരെ ഉയർത്തും. ഇനി മൂന്നാമത് അതിൽ നടക്കാനുള്ളത്, കിരീടം ധരിക്കാൻ യോഗ്യനായവൻ വരും. അപ്പോൾ അവൻ ആ കിരീടം കൊടുക്കും. ഒരു പ്രവചനത്തിലെ 3 ഭാഗങ്ങളിൽ 2 നിറവേറിയെങ്കിൽ മൂന്നാമത് നിറവേറാതിരിക്കുമോ? യേശു വരുമെന്നും ഇവിടെ 1000 വർഷം ഭരിക്കുമെന്നുമൊക്കെ ഞാൻ വിശ്വസിക്കാൻ കാരണം ഇതുപോലുള്ള രാഷ്ട്രീയ പ്രവചനങ്ങളാണ്. ഇത് 2 പ്രവചനങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അനവധി പ്രവചനങ്ങൾ ഈ ബൈബിളിലുണ്ട്. രണ്ടാമത്തെ കാര്യം, യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. യേശുവിൻ്റെ ഏറ്റവും കുറഞ്ഞ 5 വരവുകളെ കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. 1 മനുഷ്യനായി വരിക, 2 മണവാളനായി വരിക, 3 രാജാവായി വരിക, 4 ന്യായാധിപനായി വരിക, 5 പുതിയ യെരൂശലേമിലേക്ക് വരിക. ഈ 5 ആഗമനങ്ങളിൽ ഒന്നാമത്തെ ആഗമനം എന്ന് പറഞ്ഞാൽ യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപ് BC 1500 മുതൽ BC 400 വരെയുള്ള 1100 വർഷങ്ങളിൽ ഏഷ്യ, ആഫ്രിക്ക 2 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ട ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ. ഉൽപ്പത്തി പുസ്തകം എഴുതി 1500 വർഷം കഴിഞ്ഞാണ് യേശു ജനിക്കുന്നത്. മലാക്കി എഴുതി
400 വർഷം കഴിഞ്ഞാണ് യേശു ജനിക്കുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം ജൂതന്മാരുടെ മതഗ്രന്ഥമാണ്. ഇത് ക്രൈസ്തവർ അത് സ്വീകരിച്ചിട്ടുള്ളതല്ലാതെ ഇത് ക്രൈസ്തവരുടെ മതഗ്രന്ഥമല്ല. കാരണം ക്രൈസ്തവർ അന്നുണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് ദൈവം കൊടുത്ത മതഗ്രന്ഥമാണത്. അതവർ നിധി പോലെ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. എബ്രായ, അരമിക്, ഗ്രീക്ക് ഭാഷകളിൽ എഴുതപ്പെട്ട ഈ പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയായി യേശു വരും. യെശയ്യാ 7:14 ആ സ്ത്രീ ഒരു കന്യകയായിരിക്കും. മീഖ 5:2 ആ കന്യകാസുതൻ ബേത്ലഹേമിൽ ജനിക്കും. യെശയ്യാവ് 53 മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരു യാഗമാകേണ്ടതിന് വേണ്ടിയാണ് ഈ കന്യകാസുതൻ വരാൻ പോകുന്നത്. സങ്കീർത്തനം 22:16 ആ കന്യകാസുതന്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടും, തന്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടും. സങ്കീർത്തനം 16 തന്റെ മൃതശരീരം ദ്രവത്വം കാണുകയില്ല, ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ യേശുവിൻ്റെ ജനനം, ജനനവിധം, ജനനസ്ഥലം, മരണം, മരണത്തിന്റെ ഉദ്ദേശം, മരണവിധം, ഉയർപ്പ് എന്നീ കാര്യങ്ങൾ കന്യകാമറിയം ജനിക്കുന്നതിന് മുൻപ്, യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ദൈവം തന്റെ പ്രവാചകന്മാരോട് പറഞ്ഞതും അവർ എഴുതി വെച്ചതും ജൂതന്മാരുടെ മതഗ്രന്ഥത്തിൽ അതിപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ പ്രവചനങ്ങൾ ഒന്നുപോലും തെറ്റാതെ എന്റെ കർത്താവ് സ്ത്രീയുടെ സന്തതിയായി, എന്റെ കർത്താവ് കന്യകാസുതനായി, എന്റെ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ച്, എന്റെ കർത്താവ് ഒരു കുഞ്ഞാടിനെ പോലെ യാഗമായി, എന്റെ കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്ന നിറവേറിയെങ്കിൽ അവൻ രാജാവായി വരുമെന്നും അതേ പ്രവാചകന്മാർ അതേ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് നിറവേറാതിരിക്കുമോ? അപ്പൊ യേശു രാജാവായി വരുമെന്നും 1000 വർഷം ഇവിടെ ഭരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുവാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇത്രയൊക്കെ എനിക്കും അത് വിശ്വസിക്കാൻ, പക്ഷെ ഇത്രയെങ്കിലും എനിക്ക് വേണം, അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു വരും. വെളിപ്പാട് 20:6 എഴുതിയിരിക്കുന്നത് പോലെ അവൻ 1000 വർഷം ഭരിക്കും, ഞാൻ അവനോടൊപ്പം വാഴും. അതൊരു അഹങ്കാരമല്ല, അതൊരു സത്യമാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സ്കെയിലുണ്ട് ബൈബിളിൽ. അതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. അന്ന് അതിനു മുൻപായിട്ട് ഈ യേശു ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാകും? ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുണ്ട്, അമേരിക്കയിൽ മിസ്റ്റർ ജോ ബൈഡൻ ഭരിക്കുന്നുണ്ട്, ലോകത്തിലെല്ലാം ഭരണകർത്താക്കളുണ്ട്, കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഭരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ യേശു വന്നിട്ട് എന്താണ് ഇത്ര വലിയ അത്യാവശ്യം? ഒരു ഭരണം യേശുവിൻ്റെ അനിവാര്യമായത് എന്താണ്? അതിനെക്കുറിച്ചൊന്നും അറിയണമല്ലോ. 1-2 വാക്യം നമുക്കൊന്ന് ഓടിച്ചു വായിക്കാം. ഒന്ന്, മീഖ 4:3 പറഞ്ഞിരിക്കുന്നത് യേശു ഭരിക്കുന്ന കാലത്ത് ഇവിടെ യുദ്ധമുണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ യുദ്ധത്തെക്കുറിച്ച് എല്ലാവരും, മാധ്യമങ്ങൾ, ഇപ്പോൾ ഗസായില് ഇസ്രയേൽ 20,000-ത്തിലധികം ആൾക്കാരെ കൊന്നു, അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം. ഒക്ടോബർ 7
ഹമാസിന്റെ ആൾക്കാർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് നൂറുകണക്കിന് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയത് കൊണ്ട് അവർ ചെയ്യുന്നത് ന്യായമാണെന്ന് പറയുന്ന ആൾക്കാർ, അതിന് ശരിയും ന്യായവും ഇങ്ങനെ പറയുന്ന ആൾക്കാർ, യുദ്ധം നിർത്തണമെന്ന് പറയുന്ന ആൾക്കാർ, ഇവരാരെല്ലാം തലകുത്തി പറഞ്ഞിട്ടും നിന്നില്ലല്ലോ. അപ്പോൾ ഇതിന് അനുകൂലം പറയുന്നവരെ കൊണ്ടും പ്രതികൂലം പറയുന്നവരെ കൊണ്ടും എന്തു ഗുണം? ഇസ്രയേലാണ് ശരി എന്ന് പറയുന്നവരെ കൊണ്ട് യുദ്ധം നിർത്താൻ കഴിയുന്നില്ലല്ലോ. ഹമാസാണ് ശരി എന്ന് പറയുന്നവരെ കൊണ്ട് യുദ്ധം നിർത്താൻ കഴിയുന്നില്ലല്ലോ. ഇവിടെ ജാഥ നടത്തിയതുകൊണ്ട് യുദ്ധം നിർത്താൻ കഴിയുന്നില്ലല്ലോ. ചാനൽ ചർച്ചകൾ നടത്തിയതുകൊണ്ട് യുദ്ധം നിർത്താൻ കഴിയുന്നില്ലല്ലോ. പത്രങ്ങളിലിരുന്ന് വീമ്പിളക്കിയത് കൊണ്ട് എന്തെങ്കിലും കുറവ് വന്നോ? UNO നോക്കിയിട്ട് സാധിച്ചോ? അപ്പോൾ ഈ എഴുത്തുകാരെ കൊണ്ടും ഈ ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടും അതിന് ശരിയും തെറ്റും പറയുന്നവരെ കൊണ്ടും കാലണയ്ക്ക് ഗുണം ഇതിനോടുള്ള ബന്ധത്തിലില്ല. ടൈം വേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന്റെ ശരിയും തെറ്റും എവിടെയും കിടക്കട്ടെ. ഈ യുദ്ധം നിർത്താൻ കഴിവുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ കയറി വരാൻ? ഒരു ഭരണകർത്താവുണ്ടോ? ഒരു എഴുത്തുകാരനുണ്ടോ? ഒരു ചാനൽ ചർച്ചക്കാരനുണ്ടോ? ഒരു മതമുണ്ടോ ഇവിടെ? ഒരുത്തനുമില്ല എന്ന് യുക്രൈനിൽ വിളിച്ചു പറയുന്നു, ഇസ്രയേലിൽ വിളിച്ചു പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നു, ഒരുത്തനുണ്ട്. അത് മറ്റാരുമല്ല, അതെന്റെ കർത്താവാണ്. അവൻ ഭരിക്കുന്ന കാലത്ത് ഒരു യുദ്ധവും ഇവിടെ ഉണ്ടാകുകയില്ല. വായിക്കാം മീഖ 4:3. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യുദ്ധം തെറ്റാണ് എന്ന് പറയുന്നവനെയല്ല നമുക്കിപ്പോൾ ആവശ്യം. യുദ്ധം ചെയ്തത് ശരിയോ തെറ്റാണോ എന്ന് പറയുന്നവനെയല്ല നമുക്ക് ആവശ്യം. മുതലക്കണ്ണുനീര് ഒഴുക്കുന്നവനെയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യമുള്ളത് യുദ്ധം നിർത്തുന്നവനെയാണ്. അങ്ങനെ ഒരുവനെ നമ്മൾ ഒരിടത്തും കാണുന്നില്ല, ഒരു രാജ്യത്തിലും കാണുന്നില്ല, UNOയിലും കാണുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ യേശുവിൽ കാണുന്നു. അവൻ ഭരിക്കുന്ന കാലത്ത് ഒരു യുദ്ധവും ഇവിടെ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യേശു വരേണ്ടത് ന്യായമായ ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു ചെറിയ കാര്യം പറയാം. ഇവിടെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ്. പന്നിയും കടുവായും കരടിയും അരിക്കൊമ്പനും അല്ലാത്ത കൊമ്പനും എല്ലാം ഇറങ്ങി വിലസിക്കുകയാണ്. ഒരു കൂട്ടം മൃഗസ്നേഹികൾ, നരഭോജിയായ കടുവായെ കൊല്ലണമെന്ന് പറയുന്നവർ, അതിനെ കാട്ടിൽ വിടണമെന്ന് പറയുന്നവർ, എല്ലാവർക്കും ന്യായമായ കാര്യങ്ങളുണ്ട്. പക്ഷെ പണ്ടെങ്ങുമില്ലാത്ത രീതിയിൽ പാമ്പുകൾ, മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നു. കേരളത്തിലെ ആൾക്കാരെ കൊല്ലുന്നു, പട്ടികൾ കടിക്കുന്നു, വലിച്ചു കീറുന്നു. അതിനെ എതിർക്കുന്നവരും അതിനെ കൊല്ലണമെന്ന് പറയുന്നവരും തൊടാൻ പാടില്ല എന്ന് പറയുന്നവരും തൊട്ടാൽ കേസെടുക്കുന്നവരും എല്ലാം ഇവിടെയുണ്ട്. അതിന് ശരി ന്യായമൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്നാൽ ഈ മൃഗങ്ങൾ കടിച്ചു കീറാതെയും ഈ പാമ്പുകൾ കൊത്താതെയും ഇതിൽ തമ്മിൽ തല്ലാതെയും ഇതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഏതെങ്കിലും വനമന്ത്രിയുണ്ടോ? ഏതെങ്കിലും മൃഗസ്നേഹിയുണ്ടോ? അല്ല, ഇതിനെയെല്ലാം കൊല്ലണമെന്ന് പറയുന്നവരുണ്ടോ? ഒരുത്തനുമില്ല എന്നുള്ളതാണ് സത്യം. അതിനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എൻ്റെ യേശു ഭരിക്കുന്ന കാലത്ത് ഒരു പട്ടിയുമാരെയും കടിച്ചു കീറുകയില്ല, ഒരു കരടിയുമാരെയും വലിച്ചു കീറുകയില്ല, ഒരു പാമ്പുമാരെയും കൊത്തുകയില്ല. കാരണം അവൻ സൃഷ്ടിതാവാണ്, അവൻ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. വായിക്കാം യെശയ്യാവ് 65:25. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും,
സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത്ര കൃത്യമായ വചനമില്ലേ? ഒരു നാശവുമില്ല. യേശു ഇവിടെ ഭരിക്കേണ്ട ആവശ്യം, കാട്ടുമൃഗങ്ങൾ കാട്ടിൽ കഴിയാൻ കഴിയുന്നില്ല, ചൂടാണ്. പാമ്പുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അതിന് ഭക്ഷണം ആവശ്യം. നമ്മളൊക്കെ ഉള്ളൂ. വരുന്നു അധോലോക ജീവി എന്ന ഒരു പുസ്തകം, വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് ചില കോപ്പികൾ പുറകിൽ എൻ്റെ സ്നേഹിതൻ രാജു കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. മനുഷ്യൻ നോക്കി നിൽക്കുകയുള്ളൂ. സിംഹവും കരടിയും അവരുടെ മക്കളെ തൂക്കിക്കൊണ്ടു പോകുന്ന കാലം അതിനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭയാനകമായ കാലത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. ഒരു ഗവൺമെന്റിനും ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ല. എന്നാൽ എൻ്റെ യേശു ഭരിക്കുമ്പോൾ ഇതെല്ലാം നിയന്ത്രിതമാകും. അതുകൊണ്ട് യേശുവിൻ്റെ ഭരണം അനിവാര്യമായ ഒരാവശ്യമാണ്. ഇന്ന് നമ്മളൊക്കെ ഇവിടുത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നമ്മൾ ഭരണത്തിന് ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മതവും മറ്റു പല കാര്യങ്ങളുമൊക്കെയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഒത്തിരി രസകരമായ കാര്യങ്ങൾ നമ്മളിനി കാണും. വളരെ രസകരമായ പല കഥകളും നമ്മൾ കേൾക്കും. പല ധ്രുവീകരണങ്ങളും ഇനി ഇവിടെ നടക്കും. അങ്ങനെയാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെ ആകണം, അങ്ങനെ തന്നെ ആയിരിക്കോട്ടെ. പക്ഷേ ഈ വികസിത രാജ്യങ്ങളിൽ നമ്മുടെ ഈ ചീപ്പായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളല്ല ഇറക്കുന്നത്. അവർ ആഗോളതാപനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഗവൺമെൻറ്റിന് നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചാൽ ആഗോളതാപനവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആഗോളതാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ ചൂടൊന്നുമല്ല. വാസ്തവത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഈ സ്ട്രാറ്റോസ്ഫിയറിലൂടെയും അയണോസ്ഫിയറിലൂടെയും ടോപ്പോസ്ഫിയറിലൂടെയും ഒക്കെ ഇറങ്ങി ഇവിടെ വരുമ്പോൾ ഒരു 14 ഡിഗ്രി കൂടുതൽ ഇവിടെ ഉണ്ടാകുകയില്ല. പർവ്വത്തിലെ കാര്യം കൂടി ഞാൻ പറയുകയാണ്. അത്രയും വരികയില്ല. കാരണം അയണോസ്ഫിയറിൻ്റെ മേഖലയിൽ വരുമ്പോൾ അയണീകരണത്തിന് വേണ്ടി കുറേ ഭാഗം മാറും. അൾട്രാ വയലറ്റ് രശ്മികളെ ഓസോൺ ലെയർ അവിടെ പിടിക്കും. നമ്മുടെ തൊട്ടുമുകളിലുള്ള ടോപ്പോസ്ഫിയറിലേക്ക് വരുമ്പോൾ കുറേയൊക്കെ കടന്നു പോകും. തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന് ഭൗമീകരണമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് ടോപ്പോസ്ഫിയറിന് താഴെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൽ ചെന്ന് തട്ടി നിൽക്കും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കെയില്ല. പക്ഷേ അത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അന്തകനാകാൻ പോകുന്നത്. അങ്ങനെ തട്ടി നിന്നിട്ട് അത് പുറത്തോട്ട് പോകാൻ കഴിയാതെ ഫ്ലാസ്കിലെ വെള്ളം പോലെ അത് ഇങ്ങനെ വർദ്ധിച്ച് 28, 27, 30 ഒക്കെ ചൂടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അനുപാതം വർദ്ധിച്ചാൽ ഈ ചൂട് വർദ്ധിക്കും. കമ്പിളിക്ക് ചൂടൊന്നുമില്ല. കമ്പിളി പുതയ്ക്കുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാതിരിക്കുന്ന കാരണം കമ്പിളിക്ക് എന്തെങ്കിലും ചൂടുണ്ടായിട്ടല്ല, ശരീരത്തിലെ ചൂട് പുറത്തു കളയാൻ തടഞ്ഞു നിർത്താൻ കമ്പിളിക്ക് കഴിവുണ്ട്. അതാണ്. പക്ഷെ ഒരു കമ്പിളിക്ക് പകരം 1000 കമ്പിളി ഇട്ടാലോ ആളെ എത്തുപോകും. അപ്പോൾ നമ്മുടെ റിഫൈനറികളിൽ നിന്നും നമ്മളുടെ ഈ വണ്ടികളിൽ നിന്നും കാട്ടുതീകളിൽ നിന്നും പഞ്ചാബ് ഹരിയാന മേഖലയിൽ കത്തിക്കുന്ന കാർഷിക വിളവുകൾ കഴിഞ്ഞുള്ള തീമുഖാന്തരവും ഒക്കെ ഈ ഫോസിലസ് എണ്ണയുടെ ഉപയോഗങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അനുപാതം വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവിടെ ചൂട് വർദ്ധിക്കും. ചൂട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വാളകത്ത് ചൂട് വർദ്ധിച്ചാൽ വലിയ കാര്യമൊന്നും നടക്കാനില്ല. ഇത് അന്റാർട്ടിക്കയിൽ പ്രശ്നമുണ്ടാക്കും. അവിടുത്തെ മഞ്ഞുപാളികൾ ഉരുകും. പസഫിക് ദ്വീപ് സമൂഹങ്ങളുണ്ട്, അത് വെള്ളത്തിലായി പോകും. ന്യൂയോർക്കും കാലിഫോർണിയയും ഫിലദൽഫിയയും ഒന്നും പിന്നെ കാണുകയില്ല. ഫോർട്ട് ലാഡോലോ ഒന്നും കാണുകയില്ല. പിന്നെ
ലണ്ടൻ കാണുകയില്ല, ന്യൂസിലൻഡ് കാണുകയില്ല, കേരളത്തിലെ ആലപ്പുഴ കാണുകയില്ല, തിരുവനന്തപുരം കാണുകയില്ല, കന്യാകുമാരി കാണുകയില്ല. മാത്രമല്ല, കാറ്റുയർന്നുകൊണ്ട് ഉണ്ടാകും, സുനാമികൾ ഉണ്ടാകും, പ്രകൃതിക്ക് മാറ്റം വരും. ഇവിടെ പിന്നെ ആർക്കും ജീവിക്കാനൊക്കെയല്ല. കൊടുങ്കാറ്റുണ്ടായാൽ, പേമാരി ഉണ്ടായാൽ, അപ്രതീക്ഷിതമായ ന്യൂനമർദ്ദമുണ്ടായാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ, കൊടും വരൾച്ച ഉണ്ടായാൽ ഇവിടെ ആര് ഭരിച്ചാലെന്ത്? ഇവിടുത്തെ മതം ഏതായാലെന്ത്? ഇവിടെ എത്ര ബുദ്ധിജീവികൾ ഉണ്ടെങ്കിൽ എന്ത്? ഇത് മുഴുവൻ നശിച്ചു പോകുകയില്ലേ? അപ്പോൾ ഈ ആഗോളതാപനത്തെ തടയാൻ കരുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? അമേരിക്കയുണ്ടോ? കയറി വരാൻ വെല്ലുവിളിക്കുകയാണ്. ചൈനയുണ്ടോ? കയറി വരാൻ വെല്ലുവിളിക്കുകയാണ്. യൂറോപ്പുണ്ടോ? കയറി വരാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയുണ്ടോ? കയറി വരാൻ വെല്ലുവിളിക്കുകയാണ്. അവർക്ക് കേവലം ലെഡ് ഉപയോഗിക്കുന്ന ഗ്യാസോലിൻ കണ്ടന്റുകൾ മാറ്റാനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിരോധിക്കാനോ ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കാനേ കഴിയുള്ളൂ. ഇതിനെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ഇതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവും പ്രപഞ്ചത്തിന്റെ നിയന്ത്രിതാവുമായ എന്റെ യേശു. അവൻ വരുമ്പോൾ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അതുകൊണ്ട് അവൻ വന്നേ മതിയാകൂ. വായിക്കാം യെശയ്യാ 35 1ഉം 2ഉം വാക്യങ്ങൾ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. മരുഭൂമി, ആഗോളതാപനത്തിൽ മരുഭൂമി ഉണ്ടാകും. അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, റിവേഴ്സാക്കുവാൻ ഒരു വിധാനം ഉണ്ടാക്കിക്കൊണ്ട് ആകാശത്തിന്റെ മലിനതകൾ മാറ്റി മരുഭൂമി പോലും മനോഹരമായ മലർവാടിയാക്കുവാൻ കഴിവുള്ള ഒരുവൻ യേശുവല്ലാതെ മറ്റാരുമില്ലാത്തത് കൊണ്ട് അവൻ വന്നേ മതിയാകൂ. അവൻ വരിക തന്നെ ചെയ്യും. യേശു രാജാവായി വരേണ്ടതിൻ്റെ 100 കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇനി യേശുവിൻ്റെ ഭരണം അടുത്തുവോ? അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്കെയിൽ. രണ്ടാമതായി, ഞാൻ യേശു വരുമെന്ന് വിശ്വസിക്കുവാനായിട്ടുള്ള കാരണം കഴിഞ്ഞകാല ഭരണകർത്താക്കളെക്കുറിച്ചും അവരുടെ സാമ്രാജ്യത്തെക്കുറിച്ചുമുള്ള ബൈബിൾ പ്രവചനങ്ങൾ, അതിൻ്റെ അത്ഭുതകരമായ നിറവേറലുകൾ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 44-ഉം 45-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ 2-ന്റെ 44-ഉം 45-ഉം വാക്യങ്ങൾ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. ഇത് ദാനിയേൽ ബാബിലോണിൽ വെച്ച് പറഞ്ഞ, ബാബിലോണിൽ വെച്ച് കണ്ട, ബാബിലോണിൽ വെച്ച് എഴുതിയ വചനമാണ്. 2600 വർഷങ്ങൾക്ക് മുൻപ്. ഈ വാക്യത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ അത് വേഗം മനസ്സിലാകും. ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ യാത്ര ചെയ്ത് പിന്നെ ഒരു 8 കിലോമീറ്റർ കൂടെ ഡിവിയേറ്റ് ചെയ്ത് യാത്ര ചെയ്ത് എന്നാൽ ബാബിലോണിലെത്താം. സദാമിൻ്റെയൊക്കെ വല്യപ്പനായിരുന്ന നെബൂഖദ്നേസർ അവിടെ ചക്രവർത്തിയായിരുന്ന കാലം, 344 വർഷങ്ങൾ നീണ്ടു നിന്ന ജൂദയുടെ ഭരണം അവസാനിപ്പിച്ച് രാജകുമാരന്മാരുടെ കഴുത്തറുത്ത് രാജാവ് സിദെക്കീയാവിൻ്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് യഹൂദ രാജ്യത്തെ ഇറാഖുമായിട്ട് അനക്സ് ചെയ്യിച്ച് ഒരു സാമ്രാജ്യമായി പടുത്തുയർത്തിയ ഒരു വലിയ ചക്രവർത്തിയായിരുന്നു നെബൂഖദ്നേസർ. അയാളുടെ ഭരണത്തിൻ്റെ
രണ്ടാമത്തെ വർഷം, ഒരുപക്ഷെ അത് BC 604 വല്ലോ, അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു വലിയ പ്രതിമ കാണുകയാണ്. അതിൻ്റെ തല തങ്കം കൊണ്ടാണ്, അതിൻ്റെ 2 കൈകളും നെഞ്ചും വെള്ളി കൊണ്ടാണ്, അതിൻ്റെ വയറും അരയും താമ്രം കൊണ്ടാണ്, അതിൻ്റെ തുട ഇരുമ്പ് കൊണ്ടാണ്, അതിൻ്റെ കാൽപ്പാത് കളിമണ്ണും ഇരുമ്പും കൊണ്ടാണ്. ഒരു വലിയ കല്ല് വന്ന് ആ ബിംബത്തെ ഇടിക്കുന്നു. ആ ബിംബം പൊടിയുന്നു, പതിരുപോലെ പാറിപ്പോകുന്നു. അവിടെ ആ കല്ല് ഒരു പർവ്വതമായി ഭൂമിയെ നിറയ്ക്കുന്നു. ഇതാണ് ചക്രവർത്തി കണ്ട സ്വപ്നം. അയാൾക്ക് വലിയ ഭയമായിപ്പോയി. മാത്രമല്ല, അദ്ദേഹം സ്വപ്നം മറന്നു പോവുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ബാബിലോണിൽ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ, ശകുനവാദികൾ, ദൈവജ്ഞന്മാർ എന്ന് പറയുന്നവരെയൊക്കെ ചക്രവർത്തി വിളിച്ചു വരുത്തി. ചക്രവർത്തിക്ക് ഉറക്കമില്ല, ഭയമാണ്, സ്വപ്നം മറന്നും പോയി, അർത്ഥം അറിഞ്ഞുകൂടാ. അപ്പൊ അവരെല്ലാം വന്ന് നിന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വപ്നവും മറന്നുപോയി, അർത്ഥവും അറിഞ്ഞുകൂടാ, പക്ഷെ ഭയങ്കര ഭയം. നിങ്ങൾ ഞാൻ കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രതിവിധിയെല്ലാം പറഞ്ഞു തരണം. അവർക്ക് വലിയ സന്തോഷമായി. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ കിട്ടിയ ശുശ്രൂഷയല്ലേ. അവർ പറഞ്ഞു, പറയാൻ രാജാവേ, സ്വപ്നം പറഞ്ഞാട്ടെ, അർത്ഥം പറഞ്ഞു തരാം. അപ്പൊ ഈ നെബൂഖദ്നേസർ അല്പം ബുദ്ധിമാനായിരുന്നു. തൻ്റെ പിതാവ് നെബൂഖദ്നേസറും രാജാവായിരുന്നു, രാജകുമാരനാണ്, പിന്നീട് അദ്ദേഹം ചക്രവർത്തിയായതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ മറന്നുപോയി, നിങ്ങൾ സ്വപ്നം പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകും, പ്രമോഷൻ നൽകും. അല്ലെങ്കിൽ ഒരൊറ്റ വിധിയേ ഉള്ളൂ, എല്ലാവരെയും കൊല്ലും. പിന്നെ നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഇവരെല്ലാം ആലില പോലെ കുറയ്ക്കാനായിട്ട് തുടങ്ങി. പണിയൊന്നും ഈ രാജാവിൻ്റെ അടുക്ക നടക്കുകയില്ല. ഏത് ജങ്ങല കൊണ്ട് ചെന്നാലും, ഏത് ഗുഹയ്ക്കകത്തോട് കയറി ചെന്നാലും ഈ രാജാവിൻ്റെ മുൻപിൽ ഈ പണിയൊന്നും നടക്കുകയില്ല. ഒരു മന്ത്രവാദിയുടെയും പരിപാടി ഇവിടെ വിജയിക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും പറഞ്ഞു, മഹാനായ ചക്രവർത്തി, ഒരു രാജാവും ഇതുപോലെ ആരോടും ചോദിച്ചിട്ടില്ല, ഇതാർക്കും പറയാൻ കഴിയുന്ന കാര്യമല്ല. രാജാവ് പറഞ്ഞു, വിധി തീർപ്പിച്ചു പോയി. തൻ്റെ സൈന്യാധിപനായ അരിയോക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, അരിയോക്കിനോട് പറഞ്ഞു, എല്ലാവരെയും കൊന്നേര്, വീടെല്ലാം ഇടിച്ച് നിരത്തിയാണ്. ബാബിലോൺ പട്ടണം ഇളകി, മന്ത്രവാദികൾ അലറാൻ തുടങ്ങി, അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും നിലവിളിക്കാൻ തുടങ്ങി, രക്തപ്പുഴ ഒഴുകുകയാണ്. ആ സന്ദർഭത്തിൽ ദാനിയേൽ അവിടെയുണ്ട്, ഒരു ചെറുപ്പക്കാരനാണ്. ദാനിയേൽ ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്താണ് ഈ കാര്യങ്ങൾ? ആരോ ദാനിയേലിനോട് പറഞ്ഞു, നമ്മുടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥവും പറയണം, അദ്ദേഹം കണ്ട സ്വപ്നവും പറയണം, അത് മന്ത്രവാദികൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മന്ത്രവാദികളെയും കൊല്ലുവാൻ അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ വേഗം രാജകൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ആ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരല്പസമയം തരണം, സ്വപ്നം പറയാം, അർത്ഥവും പറയാം. രാജാവ് സമയം അനുവദിച്ചു. ദാനിയേൽ തൻ്റെ 3 സഹോദരങ്ങളുമായി, സ്നേഹിതരുമായി തൻ്റെ മുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഉപയോഗിക്കുന്നതൊക്കെ എൻ്റെ ഭാഷകളാണ് കേട്ടോ. ദാനിയേൽ പ്രവചനം മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായി തുടങ്ങി. ദൈവമേ, മന്ത്രവാദികൾ, ശകുനവാദികൾ ദൈവത്തെ അല്ലല്ലോ ആരാധിക്കുന്നത്, പിശാചിനെയാണല്ലോ. ഞങ്ങൾ ആരാധിക്കുന്നത് മനുഷ്യനെയല്ല, പർവ്വതങ്ങളെയല്ല, ജീവജാലങ്ങളെയല്ല, താരാപഥങ്ങളെയല്ല, ഭൂമിയെയല്ല, സകല ജീവജാലങ്ങളെയും താരാപഥങ്ങളെ സൃഷ്ടിച്ച സത്യദൈവമായ, ഏകദൈവമായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ യഹോവേ, നിന്നോടല്ലോ. നിനക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ ചക്രവർത്തി കണ്ട സ്വപ്നം എന്താണെന്ന് നിനക്കറിയാം, അത് ഞങ്ങളോടൊന്ന് പറയണം, അതിൻ്റെ അർത്ഥവും ഞങ്ങളോടൊന്ന് പറയണം. ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനൊരു സത്യം
ദൈവദാസന്മാരോട് പറയട്ടെ, ആലയം കത്തിപ്പോയെങ്കിലും രാജ്യം നഷ്ടപ്പെട്ടെങ്കിലും മന്ത്രവാദികളുടെ ഇടയിൽ അടിമയായി പോയെങ്കിലും വിശുദ്ധനായി ജീവിച്ച ദാനിയേലിന് അവിടെയും ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ! ദൈവഭക്തൻ എവിടെ ചെന്നാലും അവനൊരു ശുശ്രൂഷയുണ്ട്. ആലയം കത്തിക്കുന്നവന്റെ അരമനയിലും കയറി ശുശ്രൂഷിക്കുവാൻ ഉപവസിക്കുന്നവൻ അവസരം ലഭിക്കും, പ്രാർത്ഥിക്കുന്നവന് അവസരം ലഭിക്കും. ദാനിയേൽ ഓടിച്ചെന്ന് ന്യായാധിപൻ വധശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ടുള്ള ആരാച്ചാരന്, ആ സൈന്യാധിപനായ ആര്യാക്കിനോട് ചെന്ന് പറഞ്ഞു, രാജാവിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകണം. അയാളൊരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അയാൾ എളുപ്പം രാജാവിനെ കൊണ്ടുപോയിട്ട് രാജാവിൻ്റെ അടുക്കലേക്ക് ദാനിയേലിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ രാജാവേ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരാളെ കണ്ടെത്തിയെന്നും പറഞ്ഞു കൊണ്ടുപോയി പ്രസന്റ് ചെയ്തു. അതിനെക്കുറിച്ചൊന്നും ദാനിയേൽ പറയുന്നില്ല. ദാനിയേലിനെ കണ്ട മാത്രയിൽ നെബൂഖദ്നേസർ ഒന്ന് നോക്കി. ഒരു കൊച്ചു പയ്യൻ, പ്രത്യേക വേഷഭൂഷാദികൾ ഒന്നും തന്നെയല്ല, പ്രത്യേക എടുപ്പും കെട്ടും പ്രത്യേക കളർഫുള്ളായിട്ടുള്ള പരിപാടികളും പിള്ളേരെ കളിപ്പിക്കുന്ന തന്ത്രങ്ങളും ചൊല്ലുകളും ഒന്നുമില്ല. ഒരു സാധാരണ യഹൂദ പയ്യൻ. രാജാവ് ചോദിച്ചു, ഞാൻ കണ്ട സ്വപ്നം നിനക്ക് പറയാം? പറഞ്ഞു, എനിക്ക് പറ്റിയില്ല. രാജാവിൻ്റെ കോപം എരച്ചു കയറുന്നതിന് മുമ്പ് പറഞ്ഞു, എനിക്ക് പറ്റിയല്ല രാജാവേ, പക്ഷെ എൻ്റെ ദൈവത്തിന് പറ്റും. എനിക്ക് കഴിയുകയല്ല രാജാവേ, എൻ്റെ ദൈവത്തിന് കഴിയും. എനിക്കറിയല്ല രാജാവേ, എൻ്റെ ദൈവത്തിന് അറിയാം എന്ന് പറഞ്ഞിട്ട് കേട്ടോളാൻ പറഞ്ഞു. രാജാവ് കണ്ട സ്വപ്നം ഒരു ബിംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് ആ ബിംബം പൊങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, തല തങ്കം കൊണ്ടായിരുന്നു. രാജാവിൻ്റെ കണ്ണ് തിളങ്ങാൻ തുടങ്ങി. അതിൻ്റെ 2 കൈകളും നെഞ്ചും വെള്ളി കൊണ്ടായിരുന്നു. അതിന് വയറുമരയും താമരം കൊണ്ടായിരുന്നു. രാജാവ് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പറയാം, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാണ് ദൂത് കിട്ടിയെങ്കിൽ ഒരുത്തനും ഉറങ്ങുകയല്ല, ഒരു രാജാവും കോട്ടവായിടുകയല്ല. രാജാവ് കുറെ കൂടെ അടുത്തു. എൻ്റെ തുട ഇരുമ്പ് കൊണ്ടായിരുന്നു, എൻ്റെ കാൽപ്പാതി കളിമണ്ണും ഇരുമ്പുമായിരുന്നു. പിന്നെ ഒരു കല്ല് പറഞ്ഞു വന്നു, അത് ബിംബത്തെ ഇടിച്ചു. ബിംബം ധൂളിയായി. ആ കല്ല് വലുതായി. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒരു നാളും നശിക്കാത്ത ഒരു രാജ്യമുണ്ടാകുമെന്ന് ദാനിയേൽ ആ ചക്രവർത്തിയുടെ മുൻപിൽ പ്രഖ്യാപിച്ചതാണ് നാം ഇവിടെ വായിച്ചത്. ഇതൊരു രാഷ്ട്രീയ സ്കെയിലാണ്. അത് പറഞ്ഞ് ഞാൻ നിർത്താം. എനിക്ക് ബൈബിൾ വായിച്ച ആൾ തന്നെ, എന്താണ് പാസ്റ്ററുടെ പേര്? ഫ്രാൻസിസ്, ഒന്ന് വരാമോ എൻ്റെ അടുത്തോട്ട്? അവൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊന്ന് മാറ്റി വെച്ചേ, നമുക്കൊന്ന് കാണാനായിട്ട്, ഫ്രാൻസിസിനെ കാണാനായിട്ട്. എനിക്ക് വലിയൊരു നിർബന്ധമുള്ളൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഇത് മറക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണാമോ ഫ്രാൻസിസിനെ? പാസ്റ്റർ ഫ്രാൻസിസിനെ കാണാവുന്നവരല്ലോ എന്ന് കരുതി കാണാം. അപ്പോൾ തങ്കം കൊണ്ടുള്ള തല, കൈയും നെഞ്ചും വെള്ളി കൊണ്ട്, വയറുമരയും താമരം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽപ്പാതി കളിമണ്ണ് കൊണ്ട്, ഇരുമ്പ് കൊണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കും. അപ്പോൾ ഇതിൻ്റെ ക്ലൂ കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ. ഇത് ദാനിയേൽ പ്രവചനം 2 നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. തങ്കം കൊണ്ടുള്ള തല അങ്ങ് തന്നെ എന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യം തുടങ്ങി യേശുവിൻ്റെ ഭരണം വരെ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജൂതന് രാജ്യം അവൻ്റെ പാപം മുഖാന്തരം നഷ്ടപ്പെട്ടത് മുതൽ അവന് ഒരു രാജ്യം കിട്ടുന്നത് വരെ, അവൻ്റെ രാജാവ് മശിഹ കിരീടധാരിയായി ഭരിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ അവരോടുള്ള ബന്ധത്തിൽ ആരൊക്കെ ഭരിക്കും. ഇനി വേൾഡ് ഹിസ്റ്ററിയും കൂടെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. BC 606 മുതൽ 70 വർഷം ബാബിലോൺ ഇവിടെ ഭരിച്ചു. അപ്പോൾ 70 വർഷത്തിൻ്റെ ഒരു സ്കെയിലാണിത്. നെബൂഖദ്നേസറിന്റെ കാലത്ത്, ബെൽഷസ്സർ രാജാവിൻ്റെ കാലത്ത് മഹാനായ സൈറസ് ഈ ബാബിലോൺ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി
നെബൂഖദ്നേസർ കണ്ടതുപോലെയും ദാനിയേൽ വ്യാഖ്യാനിച്ചതുപോലെയും രണ്ടാമത്തെ സാമ്രാജ്യമുണ്ടായി. മേദ്യ പേർഷ്യ സാമ്രാജ്യം. 208 വർഷമായിരുന്നു അതിൻ്റെ സ്കെയിൽ. 208 വർഷത്തെ ഭരണത്തിന് ശേഷം മഹാനായ അലക്സാണ്ടറിന്റെ കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തെ പിടിച്ചെടുത്ത് യഹൂദനോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ സാമ്രാജ്യം അലക്സാണ്ടർ ഇവിടെ സ്ഥാപിച്ചു. താമരം കൊണ്ടുള്ള മൂന്നാമത്തെ സാമ്രാജ്യം. ഇറാഖിന്റെ പ്രസിഡന്റ് കണ്ടതുപോലെയും ദാനിയേൽ വ്യാഖ്യാനിച്ചതുപോലെയും മൂന്നാമത്തെ സാമ്രാജ്യം വന്നു. അന്നും ജൂതൻ അവരുടെ അടിമയാണ്, അവന് ഭരണം കിട്ടിയില്ല. എന്നാൽ അലക്സാണ്ടറിന്റെ മരണം, തൻ്റെ സൈന്യാധിപന്മാർ 4 പേർ, രാജ്യം വിഭജിക്കപ്പെടുന്നു, പോംപിയുടെ കാലം വരുന്നു, റോമാക്കാർ ഗ്രീസിനെ പരാജയപ്പെടുത്തി റോമിന്റെ കാലം വന്നു. കാലുകളും ഇരുമ്പ് കൊണ്ടുള്ള ഭരണം, നീറോയുടെയും ഒക്കെയുള്ള ചരിത്രങ്ങളാണ് അവിടെ കാണുന്നത്. ഏകദേശം 600 വർഷത്തെ സ്കെയിലാണത്. അതിനുശേഷം പിന്നെ ഇസ്രയേലിന്റെ ചരിത്രം പഠിച്ചാൽ ഇരുമ്പും കളിമണ്ണും പോലെയാണ്. ഇപ്പോൾ നെതന്യാഹുവിന്റെ ഭരണം കുലുങ്ങി നിൽക്കുകയാണ്. ഒരു യുദ്ധം കൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ അടുത്ത വിധിയോടുകൂടി ഈ യുദ്ധം അവസാനിച്ചാൽ തൻ്റെ ഭാവി നിർണായകമാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പല്ല. ഇരുമ്പും കളിമണ്ണും പോലെയുള്ള ഭരണം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴായി. ചുരുക്കി പറഞ്ഞാൽ ദാനിയേൽ യേശുവിന്റെ വരവിനെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ഈ തലയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. നെഹമ്യാവും യെസ്രായും ഹഗ്ഗായിയും ഒക്കെ ജോഷുവായും ഒക്കെ ഈ തോളിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ വരവ് കണ്ടു. ഇനി ഗ്രീസുകാരുടെ കാലത്ത് ആരെങ്കിലും ജൂതന്മാരിൽ ഭക്തന്മാരുണ്ടായിരുന്നെങ്കിൽ ഈ വയറിന്റെ ഈ അരയുടെ ഭാഗത്ത് നിന്ന് അവർ യേശുവിന്റെ രാജ്യം കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചത് ഈ തുടയുടെ അല്ലെങ്കിൽ ഈ ബിംബത്തിന്റെ കാലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. എന്നാൽ പോൾ ഗോപാലകൃഷ്ണൻ യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഈ കാലിന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് വരാറായി. അക്കാരമടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തമായി ശക്തമായി വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. താങ്ക് യു പാസ്റ്റർ. മത്തായി 6:10 യേശു പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ. യേശു പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടാൻ. യോഹന്നാൻ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടാൻ. പത്രോസ് പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടാൻ. ഇന്നാണ് പ്രസക്തി. ആ പ്രസംഗത്തിന്റെ അതേറ്റവും സമീപമായി കൈതൊടാതെ കല്ല് പറഞ്ഞു വരികയാണ്. ബാബിലോണിനെ സ്വർണത്തോടും മേദ്യ പേർഷ്യയെ വെള്ളിയോടും ഗ്രീസിനെ താമരത്തോടും റോമിനെ ഇരുമ്പിനോടും നെതന്യാഹുവിന്റെ ഭരണത്തെ കളിമണ്ണിനോടും ഇരുമ്പിനോടും ഉപമിച്ച ബൈബിൾ എന്തുകൊണ്ട് എൻ്റെ യേശുവിനെ കല്ലിനോട് ഉപമിച്ചു? അതിന് കാരണമുണ്ട്. അവൻ യുഗങ്ങളുടെ പാറയാണ്. അതിന് കാരണമുണ്ട്. ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിന് കാരണമുണ്ട്. സഖരിയ പ്രവചനത്തിൽ ഈ പാറയെ കൊത്തുപണി ചെയ്യുമെന്നും കൊത്തുപണി ചെയ്യപ്പെടുമ്പോൾ അകൃത്യം മോചിക്കപ്പെടുമെന്നും എഴുതിയിരിക്കുന്നു. അത് കൊത്തുപണി ചെയ്യപ്പെട്ട പാറയാണ്. ഗെത്സമന തോട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നു.
മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെടുന്നു, മുൾക്കിരീടം ധരിപ്പിക്കുന്നു, പരിഹാസത്തിന്റെ ചെങ്കോൽ പിടിപ്പിക്കുന്നു, കുരിശ് ചുമപ്പിക്കുന്നു, ക്രൂശിൽ തറയ്ക്കുന്നു, കൊത്തുപണി ചെയ്യപ്പെടുകയാണ്. അവിടെ പുരോഹിതന്മാർ ഇതറിയാതെ മാറി നിന്ന് പരിഹസിക്കുന്നു, കള്ളന്മാരും പരിഹസിക്കുന്നു. ഒരു കള്ളൻ ലൂക്കോസ് 23 നോക്കിയിട്ട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. കൊത്തിപണിയപ്പെട്ട ആ പാറ കൈതൊടാതെ വരുന്നത് അവൻ കാണുകയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേരത് കാണും? ഈ പാറ എത്ര ശക്തമായ സ്വർണമാണെങ്കിലും, ബാബിലോണാണെങ്കിലും, ബാബിലോണിയ ശക്തിയാണെങ്കിലും, എത്ര ശക്തമായ വെള്ളിയാണെങ്കിലും, അത് ഇറാനാണെങ്കിലും, അത് എത്ര ശക്തമായ താമ്രമാണെങ്കിലും, അത് ഗ്രീസ് ആണെങ്കിലും, അത് എത്ര ശക്തമായ റോമാണെങ്കിലും, അത് ഇരുമ്പാണെങ്കിലും, അതിനെ തച്ചുടയ്ക്കാൻ കരുത്തുള്ളതാണ്. നീ ഭയപ്പെടേണ്ടതില്ല. അക്കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്കാമോ? മാന്ത്രിക ശക്തികളെ, അന്ധകാരത്തിന്റെ ശക്തികളെ, അന്ധകാരത്തിന്റെ കോട്ടകളെ, അത് ഇരുമ്പ് പോലെ, അത് സ്വർണം പോലെ, അത് താമ്രം പോലെ നിനക്കെതിരായി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി നിന്നാലും അതിനെ പൊടിച്ചു മാറ്റുവാൻ ഈ കല്ലിന് കഴിവുണ്ട്. യേശുവിന്റെ മരണം പാപമോചനത്തിനുള്ളതാണ്. യേശുവിന്റെ മരണം ശാപമോചനത്തിനുള്ളതാണ്. നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും ഈ കൊത്തുപണിയപ്പെട്ട പാറയ്ക്ക് നിന്റെ പാപത്തെ മോചിക്കാൻ കഴിയും. നിന്റെ ശാപം മല പോലെ ഉരുണ്ടു വന്നാലും ഈ കൊത്തുപണി ചെയ്യപ്പെട്ട ശാപമാക്കപ്പെട്ട യേശുവിന് ശാപം മാറ്റുവാൻ കഴിയും. നിന്റെ രോഗം എത്ര ഭയാനകമാണെങ്കിലും ഈ കല്ലിന് മാറ്റാൻ കഴിയും. ഇവിടെ പാസ്റ്റർ ജോയി എബ്രഹാം പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരൊറ്റ രോഗസൗഖ്യം, ഒരൊറ്റ രോഗസൗഖ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിന്റെ കിഡ്നി സ്റ്റോണിനെ ഒരു എക്സ്റേ ബീം കൊണ്ടല്ല, കർത്താവാകുന്ന ആ കല്ലൊന്ന് തൊട്ടാൽ നിന്റെ നെഫ്രോണുകൾക്ക് കേടുവരാതെ അതിനെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ശക്തമായി നിന്റെ ഹാർട്ടിന്റെ ബ്ലോക്കിനെ ഈ പാറയ്ക്ക്, നിന്റെ വെയിനുകൾക്കൊരു പ്രശ്നവും വരുത്താതെ സൗഖ്യമാക്കാൻ കഴിയും. അവൻ സൗഖ്യമാക്കേണ്ട കർത്താവാണ്. മാന്ത്രിക ശക്തികളുടെ കെട്ടുകൾ പൊട്ടിക്കുവാൻ, ആ ചങ്ങല പൊട്ടിക്കുവാൻ ഈ പാറയ്ക്ക് കഴിവുണ്ട്. കരമടിച്ച് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ജ്ഞാനികളുടെ ചോദ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അവൻ എൻ്റെ ഹൃദയത്തിൽ, അവൻ എൻ്റെ ഹൃദയത്തിൽ, അവൻ എൻ്റെ ഹൃദയത്തിൽ. അവൻ വരും 1000 വർഷം ഭരിക്കും, ഞാൻ അവനോടൊപ്പം വാഴുമെന്ന് പറയാൻ കഴിയുമോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? വേർപെട്ടിട്ടുണ്ടോ? വിശുദ്ധിയോട് ജീവിക്കുന്നുണ്ടോ? രാജാവ് വരുമ്പോൾ ആ രാജ്യത്തിൽ കാണുമോ? വസ്ത്രം നഷ്ടപ്പെട്ടാണോ ഇരിക്കുന്നത്? രാജാവ് പുറത്താക്കുമോ? ഭയപ്പെടേണ്ട സമയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ, ഈ വചനം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വ്യത്യസ്തമായ നിലകളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മക്കളോട് സംസാരിച്ചു. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ വീട്ടിലും ബാബിലോണിയൻ ശക്തികൾ, പേർഷ്യൻ ശക്തികൾ, ഗ്രീസിൻ്റെ ശക്തികൾ, റോമിൻ്റെ ശക്തികളല്ല, ആ സ്ഥാനത്ത് കർത്താവെ നീ തന്നെ നിറയുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ.